വേറൊരു വൈബ് തന്നെ. വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ കാണില്ല. പൈസ ഉണ്ടെങ്കിൽ പൈസ എടുത്തോ, ബാക്ക് ചെയ്തോ പോരെ. രാവിലെ റൂമിൽ നിന്ന് എണിച്ചപ്പോഴൊരു വ്യൂ ആണത്. വാ പൊളി. കൂട്ടോ പോവാ. നമ്മുടെ കൊടൈക്കനാൽ പൂണ്ടി യാത്രയുടെ 2ാം ഭാഗമാണ് ഈ ഒരു വീഡിയോ. നമ്മളിതിൻ്റെ മുന്നത്തെ ഭാഗം ചെയ്തിരുന്നു. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം ഇത് കാണാനായിട്ട് നോക്കുക. ഞാൻ ആ വീഡിയോയുടെ ഐ ബട്ടണിൽ കൊടുക്കാം. കൊടൈക്കനാലിൻ്റെ കാഴ്ചകളൊക്കെ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ കണ്ടതാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് കൊടൈക്കനാലിൻ്റെ ഏറ്റവും ലാസ്റ്റ് വില്ലേജസ് ആണ്. നമ്മളപ്പോൾ പൂണ്ടി പോകുന്ന വഴിയിൽ നമ്മുടെ പഴനി ഹിൽ സ്റ്റേഷൻ വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞൊരു പോയിൻ്റ് ഉണ്ട്. അത് തന്നെയാണിത്, പഴനിമലൈ വ്യൂ പോയിൻ്റ്. അപ്പോൾ അവിടെ നിർത്തിക്കാണ്. ഇവിടെ മുതൽ കൊടൈക്കനാലിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വില്ലേജുകളായിട്ടുള്ള പൂപ്പാറ വില്ലേജസൊക്കെ തുടങ്ങിയാണ്. ഇതിനുശേഷം പൂണ്ടി, ക്ലാവരൈ, അങ്ങനെ നീണ്ടു കിടക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള കാർഷിക ഗ്രാമങ്ങളുടെ കാഴ്ചകളാണ് നമുക്കിനി കാണാനായിട്ടുള്ളത്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പൂപ്പാറ വില്ലേജിൻ്റെ കാർഷിക ഭൂപ്രകൃതിയൊക്കെയാണ്. ഇതുപോലെ തട്ടായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിൽ ആണ് അവർ മിക്കവാറും കൃഷി കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നത് കേട്ടോ. ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇതേപോലത്തെ ലാൻഡ്സ്കേപ്പാണ് നമുക്ക് ഇവിടെ എവിടെ നോക്കിയാലും കാണാനായിട്ട് പറ്റുക. ഇന്നത്തെ നമ്മുടെ സ്റ്റേ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇവിടെ ആയിട്ടാണ്. മോക്ഷ എന്ന് പറയുന്ന ഒരു ടീമിൻ്റെ ടെൻറ്റുകളും അതുപോലെ തന്നെ ഹോം സ്റ്റേ ആയിട്ടുള്ളൊരു ഏരിയ ആണ്. അത്യാവശ്യം ഒരു ഹില്ലിൻ്റെ മുകളിലായിട്ടാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. നമ്മളവിടുത്തെ കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ടൊന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചിരിക്കുക. അജിത്ത് അല്ല, അതിൻ്റെ ഉള്ളിലേക്ക് വീണ ഞാൻ എൻ്റെ താഴത്തുമല്ലോ. ഞാൻ ഇവിടെ സ്റ്റേ ചെയ്തിട്ട് ചോദിച്ചു ഞാൻ എന്നോട് ഇവിടുന്ന് ഇറങ്ങിയിട്ട് അവിടെ എത്രയും വീട് 10 മണിക്കൂറാണ്. നമുക്ക് കുഷ്ക വന്നു അറിയട്ടെ സ്പൂണില്ലല്ലേ അതിന് അവിടെ നിന്ന് കളിക്കാം. നല്ലേ നമ്മളിതൊന്നും കണ്ടില്ല എന്ന് പറയരുതല്ലോ. ഇനി പളനി 110 കിലോമീറ്റർ അവിടെ നയിച്ചിട്ടാ. കൊടൈക്കനാൽ 45. നമ്മൾ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ കൊടൈക്കനാലിലെ ലാസ്റ്റ് വില്ലേജ് ആയിട്ടുള്ള ക്ലാവര വിസിറ്റ് ചെയ്യാനായിട്ട് ഇറങ്ങിയത്. ഇവിടുത്തെ ഒരു കാലാവസ്ഥ നിങ്ങൾ തന്നെ നോക്കി കഴിഞ്ഞാൽ അറിയാറ്. ഗംഭീര ക്ലൈമറ്റാണ് ഇവിടെ കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റ്. ഒരു അടുത്തൊരു വാട്ടർഫാൾസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മളവിടെ പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് നമ്മളിനി സ്റ്റേ ചെയ്യുന്നിടത്തേക്ക് പോകാന്നുള്ളൊരു പരിപാടിയിലാണ്.
நாங்க குளிக்க போறோம். അമ്മ ഞാൻ അവിടെ നോക്കി പോടാ, ഇതിനപ്പുറത്ത് പറഞ്ഞ അങ്ങോട്ട് പോടെ. ഞാൻ ഇങ്ങനെ പോണം അങ്ങോട്ട്. പൂണ്ടിയിൽ എപ്പോൾ വന്നാലും വാട്ടർ ഫാൾസിൽ കുളിക്കുന്നുണ്ടെങ്കിൽ രാവിലെ ഒരു 10 മണിക്ക് ശേഷം കുളിക്കാനായിട്ട് നോക്കുക. അല്ലാത്ത പക്ഷം നിങ്ങളിതിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഫ്രീസറിൽ വെച്ച നമുക്ക് ഫീലായിരിക്കും. അത് പിടിച്ചു നിൽക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, അത്രയും തണുപ്പായിരിക്കും. അപ്പോൾ നിങ്ങൾ പകൽ വന്നു കഴിഞ്ഞാൽ കുളി കഴിഞ്ഞൊന്ന് സൂര്യപ്രകാശത്തിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ സെറ്റാവുമെന്നാണ് നമ്മളോട് നേരത്തെ വന്നൊരു മുത്തശ്ശി പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ വന്ന ആവേശത്തിന് ഓടി വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ബാക്കിയൊക്കെ നിങ്ങളെ അനുഭവിക്കുന്നത്. അതെന്റെ നല്ലൊരു തണുത്ത കുളിയും കഴിഞ്ഞിട്ട് ഒരു കട്ടനടിക്കാനായിട്ട് ഇറങ്ങിയതാണ്. ഈ കട്ടനും ഈ ഒരു കാഴ്ചകളും അതറിയണമെങ്കിൽ നിങ്ങൾ എവിടേക്കാണ് വരണം. ഇവിടെ ഫുഡ് അടിക്കാൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ അണ്ണൻ്റെ കടയിൽ കയറാം. ഫുൾ വൈബാണ്, അടിപൊളി. ദർശനം എന്തോ പറയാണ്ട്, ദർശനം പറയും. ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിജയണ്ണന്റെ പാർട്ടിയുടെ മെമ്പർഷിപ്പുകളാണ്. ഇവിടുത്തെ കച്ചിയുടെ തലവറാണ് ആള്. ജന കൊടൈക്കനാലിൽ നമ്മൾ റൂം സ്റ്റേ ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുത്തെ ഒരു നാച്ചുറലൊക്കെ ആയിട്ട് ഒന്ന് എൻജോയ് ചെയ്യാനായിട്ട് നമ്മളൊരു ടെൻറ്റ് സ്റ്റേ ആണ് ഇവിടെ എടുത്തല്ല കേട്ടോ. വ്യത്യാസം നമ്മുടെ നാട്ടില് തീ കൂട്ടുക. നമ്മുടെ നാട്ടില് ചൂടത്ത് തീ കൂട്ടിട്ട് ഫോണൊക്കെ കത്തി പോവോ? ഫുൾ ഫാൻ ഇട്ട് കിടന്നു അല്ലേ? ചാർജ് ചെയ്യാൻ ചാർജർ എല്ലാം പറഞ്ഞപ്പോ ഒരു പാട്ട് മതി.
എല്ലാ കൂട്ടത്തിലും ഒരു അഡ്വഞ്ചർ പ്രേമി ഉണ്ടാവില്ലേ, അതാണ് ഞങ്ങളുടെ അഡ്വഞ്ചർ പ്രേമി വിനായക്. ഇവനിവിടെ രാവിലെ തന്നെ കാട് കയറാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അല്ലാതെ അറിയില്ല. ഞങ്ങളുടെ സ്റ്റാൻഡ് അവിടെ നിന്ന് ഈ കാട് കയറിയിട്ട് ഇങ്ങനെ നടന്നു വന്നിട്ട് ജസ്റ്റ് ഇവിടെ അടുത്തുള്ളൊരു കൃഷിയിടം പോലത്തെ ഒരു ഏരിയ. ഇതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ വേറൊരു വൈബ് തന്നെ. വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ കാണില്ല. പൈസ ഉണ്ടെങ്കിൽ പൈസ എടുത്തോ, ബാഗ് പാക്ക് ചെയ്തോ പോരെ. ഇവിടെ ഒരു ഫെൻസിങ് എന്തൊക്കെ കെട്ടിയിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞതിൽ കറണ്ടൊന്നും ഉണ്ടാവില്ല എന്നാ ഞാൻ വിചാരിച്ച് കാര്യം ഉണ്ടാവുന്നു. ചെക്കൻ ടെസ്റ്റ് ചെയ്ത് കാണിക്കാന്ന് പറയുന്നുണ്ട്. നോക്കൂ ഗൈസ്, ആക്ച്വലി ഇതിൽ കറണ്ടൊന്നും ഇല്ല, പറ്റിക്കാൻ വെച്ചില്ല. രാത്രി മാത്രമേ ഉണ്ടാവുള്ളൂ. മേലെ പിടിച്ചിട്ട് അമ്മ എനിക്കിഷ്ടല്ല. അതിനും പറയും ആടാ അതാണ് ഒറ്റ മൈൻഡില്ലേ. മേലെയാ അങ്ങനെ ഒരു ഇതാ പറഞ്ഞ ശരി മസൻ ഹലോ കൊണ്ടായി കൊടുത്തു ശരിയമ്മ ഇന്നലെ വൈകിട്ട് കുളിച്ച അതേ വെള്ളച്ചാട്ടത്തിൽ ഇപ്പോൾ രാവിലെ ഒരു നല്ലൊരു കുളിയും കഴിഞ്ഞ് നേരെ ഞങ്ങൾ പൂണ്ടിന്ന് യാത്ര തിരിച്ചു. വരുന്ന വഴിക്ക് ഒരു അമ്മാമനെ കണ്ടപ്പോൾ അമ്മാമയ്ക്ക് ഒരു ലിഫ്റ്റും കൊടുത്ത് ഇവിടുത്തെ മുയലുകളുടെ ഫാം കാണാനായിട്ട് ഇറങ്ങിയിരിക്കാൻ. ലെൻസ് കാണിച്ച് കിട്ടും ചൂടായിരുന്നു. ഇതിവിടുത്തെ ചെമ്മരിയാടിൻ്റെ ഫാമാട്ടാ. കുട്ടികൾ മാത്രമേ ഇവിടെ ഉള്ളൂ. വലിയ ചെമ്മരിയാടൊക്കെ പുറത്ത് മേയുമ്പോൾ എന്ന് പറഞ്ഞത്. ഇനി വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചെല്ലാവരും വരും. പക്ഷെ അതുവരെ വെയിറ്റ് ചെയ്യാൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് ഇവരെ കണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അരിച്ചരിച്ചു പോകും. എന്തൊരു വലിയ
കിലോ വൈറ്റ് ചിക്കൻ 65 അതല്ലേ ഞങ്ങൾ കുറച്ച് ദിവസം ഞങ്ങൾ ഇവിടെ ഇങ്ങനെ തിരിഞ്ഞ് നടക്കാം. ആമ്പൂർ ബിരിയാണി എന്തൊരു കഷ്ടം. ഞാൻ വണ്ടി വണ്ടി കയറൂടാ അവിടെയുള്ള സൈഡിൽ നിർത്താൻ നടക്കാം. നമ്മളന്ന് വെച്ച വണ്ടി സ്ഥലല്ലേ അവിടെ വെച്ച് നടക്കാം. ആ ഗ്യാപ്പിൽ ഇടാല്ലേ വണ്ടി. നോക്കി നോക്കി സാധനം നോക്കി അവിടെ ഇടാൻ പറ്റില്ല വണ്ടി. ഇല്ല, പോണ വഴിക്ക് അവിടെ നിന്ന് കഴിച്ചാൽ മതിയാ. അല്ല നിർത്തണില്ല ഇവിടെ ഒന്നും. ലെഫ്റ്റ് നമുക്ക് പോകണട്ടാ. കുറച്ച് മുന്നേ കണ്ടത് ഭക്ഷണം കഴിക്കാനായിട്ട് സ്പോട്ട് കണ്ടുപിടിക്കാനുള്ള തത്രപ്പാടാണ്. ഇതൊക്കെ എല്ലാ യാത്രയിലും ഉണ്ടാവുന്നല്ലേ. ഈ ഒരു യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങളുടെ കൊടൈക്കനാൽ യാത്ര. ഞങ്ങളിങ്ങനെ ചുരം ഇറങ്ങി തുടങ്ങി. ഇപ്പം ഇന്ന് 2025 ഡിസംബർ മാസം 28 ആയിട്ടുണ്ട്. ഈ ഒരു യാത്ര ഞങ്ങൾ ചെയ്തത് 2024 ഡിസംബറിലായിരുന്നു. അതായത് ഒരു വർഷം ഏകദേശമായി. അപ്പോൾ ഇപ്പോഴാണ് ഞങ്ങൾക്ക് അതിനുള്ളൊരു സമയം കിട്ടിയത് വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട്. പിന്നെ ഈ ഒരു ചുരം ഇറങ്ങുന്ന സമയത്തായിരുന്നു എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്ന ഒരു വലിയൊരു സംഭവം ഒരു ഫോൺ കോളിലൂടെ എനിക്ക് തിരിച്ച് കിട്ടിയത്. പക്ഷേ ഒരു കൊല്ലം തികയുന്ന ഈ സമയത്ത് അതെനിക്ക് വീണ്ടും നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഈ വർഷം ഇതേ സമയത്ത് വേറൊരു യാത്ര നടത്തിയിരുന്നു, വയനാട് കർണാടക യാത്ര. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം. എല്ലാവരും പ്രാർത്ഥിക്കുക. അടുത്ത കൊല്ലെങ്കിലും വീഡിയോ വരുന്നു പ്രതീക്ഷിക്കാം.